1973 ഏപ്രിൽ 10 ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ആദ്യമായി ശബരിമല ദർശനത്തിനെത്തിയത്. അന്നത്തെ രാഷ്ട്രപതി വി ഗിരിയെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ചൂരൽ കസേരയിൽ ഇരുത്തി ചുമന്നാണ് ദർശനത്തിനായി കൊണ്ടുപോയത്. അന്ന് ഡോളി ചുമന്നത് 4 പേരാണ്. അതിലൊരാൾ കൃഷ്ണൻ എന്ന ഈ വ്യക്തിയാണ്. 81 വയസ്സുകാരനാണ്. 52 വർഷം മുൻപ് രാഷ്ട്രപതി വി ഗിരിയെ ശബരിമലയിൽ ചുമന്നുകൊണ്ടുപോയ 4 പേരിൽ ഒരാളാണ് കൃഷ്ണൻകുട്ടി. ചൂരൽ കസേരയിലിരുത്തി 4 പേർ ചേർന്ന് ചുമക്കുകയായിരുന്നു. തിരുവനന്തപുരം പേയാട് കാട്ടുവിള സ്വദേശിയായ 81-കാരൻ ഇന്ന് സെക്യൂരിറ്റി പണി ചെയ്യുകയാണ്. പ്രായാധിക്യത്തിലും രാഷ്ട്രപതിയുടെ മലയാത്ര ഓർമ്മകളിലുണ്ട്. അന്ന് പ്രഥമ പൗരനെയാണ് ചുമന്നുകൊണ്ടു പോകുന്നതെന്ന ഭയമൊന്നും ഉണ്ടായില്ല. നമ്മൾ ഗണപതിൻ്റെ അവിടുന്ന് റൂമൊക്കെ ഉണ്ടല്ലേ, കുളിച്ച് അവിടുന്ന് ഞങ്ങൾ വിളിച്ച് അങ്ങനെ അവിടുന്ന് കയറി മറക്കിട്ടാവളം പറഞ്ഞ സ്ഥലമുണ്ട്, താഴെ മരക്കുട്ടിന് താഴെ. അവിടെ ആദ്യം ഇറക്കും. അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് അവിടുന്ന് മരക്കൂട്ടം. നേരത്തെ വടക്ക് പടിക്കൂടെ കയറി 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരികെ ഇറങ്ങി. പേടിയൊന്നുമില്ല, നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ്. എന്ത് പ്രശ്നമൊന്നും വരില്ല. പിന്നെ അങ്ങനെ നോക്കിക്കോളും അവിടെ ഇരുന്നുണ്ട്. വർഷങ്ങളോളം ഡോളി ചുമന്നതിൻ്റെ ഫലമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഈ 80-ാം വയസ്സിലും ഇദ്ദേഹത്തെ വലിയ തോതിൽ അലട്ടുകയാണ്. രാഷ്ട്രപതിയെ ശബരിമലയിൽ ചുമന്നെത്തിച്ച കൃഷ്ണൻകുട്ടിയുടെ ജീവിതം ദയനീയമാണ്. അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിലാണ് രോഗിയായ കൃഷ്ണൻകുട്ടിയുടെയും ഭാര്യയുടെയും ജീവിതം. ചെറുപ്രായത്തിൽ ഡോളി ചുമക്കുന്ന ജോലി ചെയ്തതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണിന്ന്. തലയിൽ ശസ്ത്രക്രിയ വേണ്ടി വന്നു. തേയ്മാനം പൊട്ടലുണ്ട്. മെയിനായിട്ട് കയറിയിറങ്ങി നെല്ല് തേയ്മാനമൊക്കെ ഉണ്ടായിരുന്നു. മാസം 2000 രൂപ ഗുളികയ്ക്ക് വേണം. ഇത് തന്നെ വരുമാനം, ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. രാഷ്ട്രപതി വി ഗിരി ശബരിമല ദർശനം നടത്തി കാലങ്ങൾക്ക് ശേഷം മാതൃഭൂമി ദിനപത്രത്തിൽ ഡോളി അയ്യപ്പനായ കൃഷ്ണൻകുട്ടിയുടെ ജീവിതം വാർത്തയായി. വി ഗിരിയെ ഡോളിയിൽ ചുമന്ന 4 പേർക്കും കേന്ദ്ര സർക്കാർ ജോലി നൽകാൻ തീരുമാനിക്കുകയും കൃഷ്ണനൊഴികെ 3 പേർക്കും ജോലി കിട്ടിയെന്നും വാർത്തയിലുണ്ട്. ജോലി നൽകുന്നതിന്റെ ഭാഗമായ അന്വേഷണങ്ങൾക്കായി പോലീസ് വീട്ടിലെത്തിയപ്പോൾ കൃഷ്ണൻകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാത്തതിനാൽ കിട്ടേണ്ട ജോലി നഷ്ടമായെന്ന കഥയാണ്. പോലീസുകാർ പറയുമ്പോഴേക്ക് പേടിയില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതെന്ന് അറിയില്ല. അവർക്ക് പേടിച്ചായിരിക്കും പറയാത്തത്. സെക്യൂരിറ്റി വേഷത്തിൽ ജീവിതം തള്ളി നീക്കുമ്പോൾ നഷ്ടമായതിനെ കുറിച്ചൊന്നും കൃഷ്ണൻകുട്ടി ഓർക്കുന്നില്ല. ആരോടും പരാതിയുമില്ല. ഇപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് ജോലി ചെയ്യാനുള്ള പ്രായവുമല്ല, ആരോഗ്യവുമില്ല. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ രാഷ്ട്രപതി സന്ദർശനത്തിന്റെ വേളയിൽ കൃഷ്ണൻകുട്ടിയെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും. ക്യാമറാമാൻ പ്രേംശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഓരോ മനുഷ്യനും ഓരോ കഥയുണ്ട് അല്ലേ? പ്രശാന്ത് കൃഷ്ണ ഒപ്പം ചേരുന്നുണ്ട് തത്സമയം. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഓരോ മനുഷ്യൻ്റെയും കഥകൾ, ജീവിതാനുഭവങ്ങൾ, ഏതൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നാണ് പോകുന്നത്, ആ മനുഷ്യരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നത്. അങ്ങനെ ഒരാളെ തേടി പിടിക്കാൻ പ്രശാന്തിന് കഴിഞ്ഞു അല്ലേ? കണ്ടുമുട്ടിയപ്പോൾ എന്തായിരുന്നു നേരിട്ട് സംസാരിച്ചത്? അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? മോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തുന്ന അവസരത്തിലാണ് 52 വർഷം മുൻപ് അന്നത്തെ രാഷ്ട്രപതി വി ഗിരി ദർശനത്തിനെത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തെ ദർശനത്തിനായി ചുമന്നു കൊണ്ടുപോയവരെ കുറിച്ചുള്ള അന്വേഷണം നമ്മൾ നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ആ ഡോളി ചുമന്ന 4 പേരിൽ ഒരാൾ കൃഷ്ണൻകുട്ടി എന്ന വ്യക്തിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടെന്നുമുള്ള അറിവ് കിട്ടിയത്. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ വലിയ വിഷമം തോന്നി. കാരണം 81-ാം വയസ്സിൽ അദ്ദേഹം ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് ജോലി ചെയ്ത് ജീവിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം, ആരോഗ്യമെല്ലാം വലിയ കഷ്ടത്തിലാണ്. മാത്രമല്ല ഏറ്റവും ദയനീയമായുള്ളത് അദ്ദേഹത്തിന്റെ വീടാണ്. വീട് ചോർന്നൊലിക്കുന്ന തരത്തിൽ ഒരു അടച്ചുറപ്പില്ലാത്ത വളരെ കഷ്ടപ്പെട്ട നിലയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ആ വീട്ടിലുള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചതൊന്നുമല്ല, അക്കാലത്ത് ഈ വി ഗിരി അദ്ദേഹത്തെ ചുമന്ന് ദർശനത്തിനായി കൊണ്ടുപോയ 4 പേർക്കും ജോലി കൊടുക്കാൻ, കേന്ദ്ര സർക്കാർ ജോലി കൊടുക്കാനുള്ള ആലോചന നടത്തിയിരുന്നു. 3 പേർക്ക് കിട്ടി എന്നാണ് അക്കാലത്തെ വാർത്തകൾ. അപ്പോൾ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണൻകുട്ടിയിലേക്ക് പോലീസിനോ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ എത്താൻ സാധിക്കുമായിരുന്നു. കാരണം ആധുനിക കാലഘട്ടത്തിൽ വാർത്താവിനിമയ രംഗമൊക്കെ വളരെ സജീവമാണ്, മൊബൈൽ ഫോണൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് കൃഷ്ണനെ കണ്ടെത്താനായില്ല. കൃഷ്ണൻകുട്ടിയെ അന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ
ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം, ഒരുപക്ഷെ എന്നല്ല, അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ ആകുകയില്ലായിരുന്നു. അദ്ദേഹം നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള, നല്ല കേന്ദ്ര സർക്കാർ ജോലിയുള്ള ഒരു വലിയ നേരൊരു തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പോൾ ആ ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടാകാതെ പോയി എന്നത് വലിയ സങ്കടം തോന്നിയ കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്നൊന്നുമല്ല. അന്ന് രാഷ്ട്രപതിയെ ചുമന്ന് ദർശനത്തിനായി, അയ്യപ്പ ദർശനത്തിന് കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിതം മനസ്സിലാക്കി ദേവസ്വം ബോർഡിന് ഇടപെടാൻ സാധിക്കും, അദ്ദേഹത്തിന് നല്ലൊരു വീട് നൽകാൻ സാധിക്കും, അദ്ദേഹത്തിന് സുരക്ഷിതമാക്കാൻ സാധിക്കും സാമ്പത്തികമായെല്ലാം. അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് ചെയ്യണം, അത് അത്യാവശ്യം തന്നെയാണ്. കാരണം അത്ര ബുദ്ധിമുട്ടിലാണ് ഈ കൃഷ്ണൻകുട്ടിയും അദ്ദേഹത്തിന്റെ കുടുംബവും ജീവിക്കുന്നത്.